ഇസ്രായേലും പലസ്തീൻ സംഘടനയായ ഹമാസും തമ്മിൽ ഗാസയിലെ വെടിനിർത്തൽ കരാർ ഉടനെന്ന റിപ്പോർട്ടുകൾ. കരാറിൻ്റെ അന്തിമ കരട് ഇരുവരും അംഗീകരിച്ചതായി ഖത്തർ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്ന വെടിനിർത്തലിൻ്റെയും ബന്ദികളെ മോചിപ്പിക്കുന്ന കരാറിൻ്റെയും അന്തിമ കരട് ഖത്തർ ഇസ്രായേലിനും ഹമാസിനും കൈമാറിയതായിട്ടാണ് വെളിപ്പെടുത്തൽ. ഇസ്രായേൽ ചാരമേധാവികളും നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധിയും ഖത്തർ പ്രധാനമന്ത്രിയും തമ്മിൽ ദോഹയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് ഗാസ യുദ്ധത്തിൽ നിർണായക വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത്. US പ്രസിഡന്റ് ജോ ബൈഡനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഇക്കാര്യം സംസാരിച്ചതായി വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചു. ബൈഡൻ സ്ഥാനമൊഴിയുന്ന ജനുവരി 20 മുൻപ് കരാറിൽ ഒപ്പിടിയിക്കാനാണ് അമേരിക്കൻ നീക്കം. യുദ്ധം അവസാനിപ്പിക്കാനും ഗാസയിൽ ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കാനുമുള്ള കരാറിലെത്താനുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ബൈഡനും നെതന്യാഹുവും ചർച്ച ചെയ്തുവെന്ന് വൈറ്റ് ഹൗസ് പ്രസ്താവനയിൽ പറഞ്ഞു. എന്നാൽ കരാർ സംബന്ധിച്ച വാർത്തകൾ ഇസ്രായേൽ നിഷേധിച്ചു. അങ്ങനെ ഒരു കരാറിൻ്റെ കരടോ നിർദ്ദേശങ്ങളോ ലഭിച്ചില്ലെന്നാണ് ഇസ്രായേലി ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നത്. 2023 ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേൽ അതിർത്തിയിൽ കടന്ന് ആക്രമണം നടത്തിയതോടെയാണ് ഗാസ മുനമ്പ് യുദ്ധത്തിലേക്ക് വഴുതി വീണത്. 1200 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. 250-ലധികം പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇസ്രായേൽ ഗാസയിൽ പ്രത്യാക്രമണം ആരംഭിച്ചത്. ഇതുവരെ ഏകദേശം 46,000-ലധികം ആളുകൾക്കാണ് ഗാസയിൽ ജീവൻ നഷ്ടപ്പെട്ടത്.